കപ്പിൾസിൻ്റെ ഇടയ്ക്ക് പോലെ ഒരു ഫൈറ്റ് ഉണ്ടാകുമ്പോൾ ഒരാൾ വളരെയധികം റിയാക്ട് ചെയ്യുന്നു, സാധനങ്ങൾ എടുത്തെറിയുന്നു എന്നൊക്കെ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു വളരെ കാമായി നോർമലായി ചിലപ്പം ചിരിച്ച് കളിച്ച് ബിഹേവ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ സംഭവിക്കുന്നതിന് പല കാരണങ്ങളുണ്ടോ എന്നാണ് നമ്മൾ പറയാറ്. ഒന്ന്, നമ്മൾ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം സംഭവിക്കുന്ന സമയത്ത് എന്തെങ്കിലും ക്രിറ്റിസിസം കേൾക്കുമ്പോഴായിരിക്കും, ബ്ലെയിം ചെയ്യുന്ന പോലെ തോന്നുന്ന സമയത്ത് ചിലപ്പോൾ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അതുപോലെ തന്നെ നമ്മൾ വളരെ ഹൈലി സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കപ്പാസിറ്റി ആ സമയത്ത് കുറവായിരിക്കും. പക്ഷേ ഇത് കേൾക്കുന്ന ഒരാൾക്ക് മേ ബി ഒരു 5-10 മിനിറ്റിന് ദേഷ്യമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ ഹൈ ആയിരിക്കും. അവർക്ക് ഹേർട്ട്ഫുൾ ആയേക്കാം, ഡിസപ്പോയിൻറ്റഡ് ആയേക്കാം. നിങ്ങളുടെ പാർട്ട്ണർ ഇതുപോലെ ഓവർ റിയാക്ട് ചെയ്യുന്ന ഒരു സമയത്ത് അത് കൂടുതൽ നീ എന്തിനാണ് ഓവർ റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് വീണ്ടും നിങ്ങൾ റിയാക്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നം വഷളാവുള്ളൂ. സോ ആ ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ ആ പാർട്ട്ണറിന് ഒരു ടൈം ആൻഡ് സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ആ സമയത്ത് നമ്മൾ പറയാം, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ നെർവസ് സിസ്റ്റം വളരെ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ആ നെർവസ് സിസ്റ്റം കാം ഡൗൺ വേണ്ടിയിട്ടൊരു മിനിമം ഒരു 10-20 മിനിറ്റെങ്കിലും ആ വ്യക്തിക്ക് കൊടുക്കുക എന്നുള്ള. സോ ആ ഒരു ടൈം കിട്ടുമ്പോൾ ആ പാർട്ട്ണർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാമാക്കുന്ന വാട്ട് എവർ ആക്ടിവിറ്റീസ് അത് ചെയ്യുക എന്നുള്ളത്. ചിലർക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒന്ന് സൈലൻ്റ് ആയിട്ട് ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കുക എന്നുള്ളതായിരിക്കും, ചിലപ്പോൾ ഒന്ന് നടക്കാൻ പോകുക എന്നുള്ളതായിരിക്കും, ചിലപ്പോൾ ഒന്ന് വെള്ളം കുടിക്കുക എന്നുള്ളതായിരിക്കും. സോ വാട്ട് എവർ ഹെൽപ്സ് യു, അത് എല്ലാ വ്യക്തിയും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്.